ഇറച്ചി ഇഷ്ടപ്പെടാത്ത ആരാണല്ലേ ഉള്ളത്? എന്നാൽ ഈ ഇറച്ചി കഴിച്ചാൽ നമ്മുടെ ജീവിതം തകരും, നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ ജീവിതം താറുമാറാകും. ഏതാണ് ഉസ്താദെ ആ ഇറച്ചി? ഒന്ന് പഠിക്കണ്ടേ നമുക്ക്? അത് പഠിച്ചില്ലെങ്കിൽ ജീവിതം ആകെ പ്രശ്നത്തിലാട്ടോ. ഇത് കേവലം ഒരു ക്ലാസ് അല്ല, ഇത് അള്ളാനെ കിട്ടേണ്ട ക്ലാസ്സാണ്. അള്ളാനെ കിട്ടാൻ കൊതിക്കുന്നവർ മാത്രം ഇത് കേട്ടാൽ മതി. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബർക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ടോപ്പിക് കണ്ടപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടിയിട്ടുണ്ടാവും. ഏതിറച്ചി കഴിച്ചാലാണ് ഉസ്താദെ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുന്നത്? നമ്മൾ കഴിക്കണ ബീഫാകട്ടെ ചിക്കനാകട്ടെ, ഈ സംഗതി ഇതേ ഇറച്ചി കഴിച്ചാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടും. പിന്നെ അപ്പോൾ ഉസ്താദ് കഴിക്കൂലേ? പിന്നെ ഉസ്താദും കഴിക്കും. പിന്നെ എങ്ങനെയാണ് ഈമാൻ നഷ്ടപ്പെടുന്നത്? അത് ശരിക്കൊന്ന് പഠിച്ചു വെക്കാം നമുക്ക്. നമുക്കൊന്ന് പഠിക്കണ്ടേ? പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് അള്ളാനെ കിട്ടാനുള്ള ക്ലാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, നമ്മുടെ നെഫ്സിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ? നമ്മൾ ഈമാനിൻ്റെ വ്യത്യസ്ത മേഖലകൾ പറഞ്ഞു. അപ്പോൾ ആ നെഫ്സിനെ റെഡിയാക്കാൻ, ആ കൽബിലൂടെ റബ്ബുൽ ആലമീനായ തമ്പുരാനെ കണ്ട് ആസ്വദിച്ച് ജീവിതം മുഴുവൻ അങ്ങ് അടിപൊളിയാക്കാൻ കൊതിക്കാത്ത ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഇറച്ചി ഏതാണെന്നറിയണം, ലൈഫിൽ നിന്നൊന്ന് മാറ്റി നിർത്തണം. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെ ആസ്വദിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏതായാലും ആ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ചെറിയൊരു വഴി എന്ന് പറഞ്ഞു തരട്ടെ. നെഫ്സ് അമ്മാറയെ മെരുക്കിയെടുക്കാനുള്ള ചെറിയൊരു വഴി പ്രാക്ടീസ് ചെയ്യോ? ചെറിയ വഴി. വലിയ വഴിയിലേക്കൊക്കെ നമുക്ക് പതിയെ വരാം. സിമ്പിളായിട്ട് നമ്മുടെ നെഫ്സിനെ മെരുക്കാൻ പറ്റിയൊരു കാര്യം. ആത്യന്തികമായി നമുക്ക് എങ്ങോട്ടാണ് തിരിച്ചു പോകേണ്ടത്? നമ്മുടെ തറവാട്ടിലേക്ക് പോകണം അല്ലേ? നമ്മുടെ വല്യുപ്പയും വല്യുമ്മയൊക്കെ എവിടെയായിരുന്നു? സ്വർഗത്തിലായിരുന്നു. ആ സ്വർഗത്തിലേക്ക് കടന്നു ചെന്നാലാണ് നമുക്ക് ആരെ കാണാൻ പറ്റുള്ളൂ? അള്ളാനെ കാണാൻ. ലിഖാഉല്ലാഹ്, പടച്ചോനെ കാണണ്ടേ? വേണോ വേണ്ടേ? അതിനെവിടെ പോകണം? സ്വർഗത്തിൽ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നിസ്കരിക്കണം, നോമ്പ് പിടിക്കണം, സക്കാത്ത് കൊടുക്കണം, ഷഹാദത്ത് കലിമയുടെ സത്യസാക്ഷി എന്താണെന്ന് മനസ്സിലാക്കണം. അതൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ നിസ്കരിച്ചാൽ മാത്രം മതിയോ? നോമ്പ് പിടിച്ചാൽ മാത്രം മതിയോ? സക്കാത്ത് കൊടുത്താൽ മാത്രം മതിയോ? ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയണം. അപ്പോഴേ നമുക്ക് എവിടെ എത്താൻ പറ്റുള്ളൂ? സ്വർഗത്തിൽ ഉറക്കെ പറഞ്ഞ് എത്താൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അതിനാദ്യം വേണ്ടത് അല്ലാഹ് പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആനിൽ കാണാം, ജന്നത്തു അദ്ൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ. മനോഹരമായ സ്വർഗം. അവിടെ എക്കാലത്തും നമ്മളുണ്ട് അല്ലേ? ആരവിടെ ഉണ്ടാവുക? ഒരു വിഭാഗമാണ്. വദാലിക ജസാഉ മൻ തസക്കാ. നിസ്കരിക്കുന്നവർക്കാണ് സ്വർഗം എന്നല്ല പടച്ചോൻ പറഞ്ഞത്, നോമ്പ് പിടിക്കുന്നവർക്കാണെന്നല്ല. ഇതിൻ്റെയൊക്കെ ലക്ഷ്യത്തിലേക്ക് എത്തിയവർ. അതെന്താ? നെഫ്സിനെ പിടിച്ചു നിർത്തുന്നവർ, നെഫ്സിനെ ശുദ്ധീകരിക്കുന്നവർ. അപ്പൊ നെഫ്സ് അമ്മാറയിൽ കിടന്നിട്ട് എത്ര നിസ്കരിച്ചിട്ടും കാര്യമുണ്ടോ? നമുക്കതിന്റെ സുഖം കിട്ടുമോ? ഇന്ന് വരെ നിസ്കരിച്ചിട്ട് അസ്വലാത്തു മിറാജുൽ മുഅ്മിനീൻ, പടച്ചോനായിട്ടുള്ള സംഭാഷണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ അള്ളാഹുവായിട്ടുള്ള സംഭാഷണമായി ഫീൽ ചെയ്ത എത്ര നിസ്കാരക്കാരൻ്റെ കൂട്ടത്തിൽ? അത് ഫീൽ ചെയ്യൂല. അതിന്റെ കാരണം എന്താ? നമ്മൾ എവിടെയുള്ളത്? നെഫ്സ്. പക്ഷെ ഈ അമ്മാറയിൽ നിന്ന് ലവ്വാമയിലേക്ക് എത്താനായിട്ട് നമ്മൾ എന്തെങ്കിലും പണിയെടുക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് പണിയെടുത്ത് അള്ളാഹിനെ ആസ്വദിക്കണം. പടച്ചോൻ ഇതിന് തൗഫീഖ് നൽകട്ടെ. അതിന് പറ്റിയ നല്ലൊരു വഴിയാണ് നോമ്പ്. എന്താണ്? പിന്നെ റമദാൻ 30 ഞങ്ങൾ നോമ്പ് പിടിച്ചു, എന്നിട്ട് ഞങ്ങളുടെ നെഫ്സൊന്നും മാറിയില്ല എന്ന്. അതിപ്പോ നോമ്പിനാണോ കുറ്റം, നമുക്കാണോ കുറ്റം? എവിടെ കുഴപ്പമാർക്കാ? നോമ്പിനോ നമുക്കോ? എന്നൊക്കെ പറഞ്ഞേ. വേണ്ട, റമദാനൊക്കെ കഴിഞ്ഞു. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് പിടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൈ നോക്കിയ. തിങ്കളോ വ്യാഴമോ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും. അതൊക്കെ നമ്മൾ പെണ്ണുങ്ങൾക്ക് വിട്ടുകൊടുത്തേക്കാണ്. അത് കെട്ടിയോള് പിടിച്ചോട്ടെ, ഉമ്മ പിടിച്ചോട്ടെ, നമ്മൾ പിന്നെ എന്തിനുള്ളതാ?
നമുക്കില്ല കടയിൽ പോയിരുന്ന ചായയും കുടിക്കണം, ഉസ്താദിന്റെ തന്തൂരി അല്ലേ, ഉസ്താദ് വറുത്തത് നന്നായി കഴിക്കാൻ വേണം. അതല്ലാതെ അതിലപ്പുറം നമുക്ക് എന്താ വേണ്ട? നോമ്പ് പിടിക്കണം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം, ഫഅഅലമുൽ മുഹ്ലികാതി ലിബ്നി ആദം ശഹവത്തുൽ ബത്ൻ. മനുഷ്യന്റെ ഏറ്റവും ഡേഞ്ചറായ മേഖല ഏതാണെന്നറിയോ? വയറിന്റെ കൊതിയാണ്. എന്തിന്റെ കൊതി? എന്തിന്റെ കേട്ടില്ല? വയറിനൊരു കൊതിയുണ്ട്. ഫീഹാ ഉഖ്രിജു ആദമു വഹവ്വ മിൻ ദാരിൽ ഖറാർ. സ്വർഗത്തിൽ നിന്ന് നമ്മുടെ വല്ലുപ്പയായ ആദം നബിയും വല്ലുമ്മയായ ഹവ്വാ ബീവിയും പുറത്തേക്ക് അകപ്പെടാൻ കാരണം എന്താ? എന്തിന്റെ കൊതിയായിരുന്നു? വയറിന്റെ പ്രശ്നമായിരുന്നു. സ്വർഗത്തിലെ എല്ലാ പഴവും നിങ്ങൾ ഭക്ഷിക്കണേ, ഈ പഴം മാത്രം ഒഴിവാക്കണം. വയറിങ്ങനെ കൊതിക്കാൻ തുടങ്ങി അല്ലെ? ശൈത്വാന്റെ കെണിയിൽ പെടാൻ കാരണം എന്താ? എന്തിന്റെ കൊതിയുടെ പിന്നാലെ പോയതുകൊണ്ടാണ്. ഉറക്കെ പറഞ്ഞു, എന്തിന്റെ പിന്നാലെ പോയതുകൊണ്ടാ? അപ്പൊ പട്ടിണി കാരണം ഇവിടെ കൊലപാതകം വരെ നടന്നിട്ടുണ്ടില്ലേ? ആണോ ഇല്ലേ? അതുകൊണ്ട് തന്നെ ഫൽ ബത്നു അല തഹ്ഖീഖി യംബൂഉ ശഹവാത്ത്. അടിസ്ഥാനപരമായി വയറ് മോശമായ എല്ലാ വികാരങ്ങളെയും മുളപ്പിക്കുന്ന സ്ഥലമാണ്. കാമഭ്രാന്ത് ഭക്ഷണമാണ് വില്ലൻ. അഹങ്കാരം ഭക്ഷണമാണ് വില്ലൻ. അസൂയ ഭക്ഷണമാണ് വില്ലൻ. ഹബീബ് റസൂലുള്ളാഹ് അവിടുത്തെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പറയാൻ, എല്ലാ രോഗങ്ങളുടെയും ഉറവിടം വയറാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇപ്പൊ വേണ്ട, ഇനിയിപ്പോ വൈകാരികതയെ, നമ്മുടെ ഈ മോശം വൈകാരികമായ ചിന്തയെ തളച്ചിടാൻ വിശപ്പ് കൊണ്ട് സാധിക്കും എന്നാണ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്. ഒരു ഹദീസ് നമ്മൾ കേട്ടിട്ടില്ലേ? യാ മഅ്ശറ ശബാബ്, യുവാക്കളെ നിങ്ങൾ വിളിച്ചോണ്ടാണ്, ചെറുപ്പക്കാരെ, മനിസ്തതാഅ മിൻകുമുൽ ബാഅ ഫൽയതസവ്വജ്. നിങ്ങൾക്കൊരു പെണ്ണിനെ നോക്കാനുള്ള പക്വതയും പാകതയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കല്യാണം കഴിക്കണം. അത് നിങ്ങളുടെ കണ്ണുകളെ ഹറാമിൽ നിന്ന് തടയും, നിങ്ങൾക്ക് ലൈംഗിക വിശുദ്ധി നേടിത്തരും സയ്യിദുനാ റസൂലുള്ളാഹ്. ഇനി അങ്ങനെ അതിനിപ്പോ വലിയ കോടീശ്വരനാകണം അല്ലെങ്കിൽ വലിയ ബാങ്ക് ബാലൻസ് വേണമെന്നൊന്നുമില്ല കേട്ടോ. എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പറ്റത്ര. ഞാൻ 23 വയസ്സിലാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ 18 വയസ്സിന് മുമ്പേ ഞാൻ പറയണം ഉമ്മച്ചി എന്നെ കെട്ടിച്ചു വിടും. പക്ഷെ കേട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും? 23 വയസ്സിലാണോ സ്വപ്ന സാക്ഷാത്കാരം നടന്നത്? കാരണം അത് ഹബീബ് റസൂലുള്ളാഹ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ കല്യാണം കഴിക്കണം എന്ന് അല്ലേ? അല്ലാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങ് കല്യാണം കഴിക്കാൻ അങ്ങനെ സാഹചര്യം ഒത്തുവന്ന് നമ്മൾ വിവാഹം കഴിക്കണം. ഇനി പറ്റിയില്ലെങ്കിൽ, ഒരാൾക്ക് അങ്ങനെ സാഹചര്യം ഒത്തിട്ടില്ല, അപ്പൊ എന്ത് ചെയ്യണം? പെണ്ണിന്റെ സ്ത്രീധനം വാങ്ങിയിട്ട് അതുകൊണ്ട് കച്ചവടം തുടങ്ങി വിജയിച്ച് അങ്ങനെ കല്യാണം കഴിക്കണം എന്നാണോ പറഞ്ഞത്? നോമ്പ് പിടിക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹ്. നോമ്പ് എല്ലാ മോശം വൈകാരികതകളെയും തടയും. പിന്നെ ഞാനൊക്കെ എത്ര നോമ്പ് പിടിച്ച് റമദാനില്. നോമ്പിനാണോ കുഴപ്പം? നമുക്കാണോ കുഴപ്പം? എന്തിനാ കുഴപ്പം? അപ്പൊ യഥാർത്ഥത്തിൽ നോമ്പായാൽ ഫുഡ് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്താൽ നമ്മുടെ വൈകാരികതകളെ, മോശം വികാരങ്ങളെ, നഫ്സ് അമ്മാറയെ കുറച്ചെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും സയ്യിദുനാ റസൂലുള്ളാഹ്. വേണ്ട, നല്ല ശക്തിയിൽ 4 തവണ അടുപ്പിച്ച് ലൂസ് മോഷൻ ആയി കഴിഞ്ഞാൽ എത്ര വലിയ അഹങ്കാരിയുടെയും പത്തി താഴും. ആണോ അല്ലേ? അവിടെ ഞാനെന്ന ഭാവമൊക്കെ എണീറ്റ് നടക്കാൻ പറ്റണില്ല ഉസ്താദേ, ലൂസ് മോഷനാണ്, ഒന്ന് നിൽക്കാൻ ദ്വാരക്കോ അല്ലേ? അത്രയുള്ളൂ. നമ്മള് ഈ വയറൊന്ന് കാലിയായാൽ നമ്മുടെ അഹങ്കാരത്തിന്റെ പത്തിയൊക്കെ താഴ്ത്തപ്പെടും. വയറ് അത് നിറഞ്ഞു നിൽക്കാൻ പാടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുപോലെ തന്നെ വിധങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, വമുംബിത്തുൽ അദ്വാഇ, രോഗങ്ങളെ മുളപ്പിക്കുന്ന സ്ഥലമാണ് വയറ്. വേണ്ട, ഇന്നിപ്പോ മോഡേൺ സയൻസ് തന്നെ പറയുന്നുണ്ടല്ലോ, ഒരുപാട് ഇന്ന് എവിടെ നോക്കിയാലും കിഡ്നി രോഗികളാണല്ലേ, ഡയാലിസിസ് കേന്ദ്രങ്ങളാണ് എല്ലായിടത്തും, അതുപോലെ ക്യാൻസർ പേഷ്യൻസ് ആണ് എല്ലായിടത്തും. ഇതിന്റെ കാരണം അവർ പറയുന്നത് എന്താ? നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്, കഴിക്കുന്ന ഭക്ഷണങ്ങളാണ്. ഡെയിലി ഇങ്ങനെ കരിഞ്ഞിരിക്കുന്ന അൽഫാം കഴിച്ചാൽ ക്യാൻസർ വരും. 1400 കൊല്ലം മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, വയറ് രോഗങ്ങളെ മുളപ്പിക്കുന്ന ഇടമാണ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ മനുഷ്യന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് എന്ത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലേ? ഇനി വേണ്ട, നമ്മൾ ഈ മൃഗങ്ങളെ നോക്കിയേ, ജന്തുക്കളുടെ സ്വഭാവത്തെ എന്ത് സ്വാധീനിക്കുന്നുണ്ട്? ഫുഡ്. ഇപ്പൊ ജന്തുക്കളിൽ 2 വിഭാഗമുണ്ട്. ഏതൊക്കെയുണ്ട്? സസ്യബുക്കുണ്ട്, മാംസബുക്കുണ്ട്. സസ്യബുക്ക് പൊതുവെ
പാവപ്പെട്ടവരാ അല്ലേ? ആന അല്ലേ? പാവല്ലേ? പോത്ത് ഭ്രാന്ത് പിടിച്ചാൽ പിന്നെ ഏത് നല്ലവനും കണക്ക് തന്നെയാണ് അല്ലേ? ഭ്രാന്തായി കഴിഞ്ഞാൽ അത് പിന്നെ വേറെ കഥയാണ്. ഭ്രാന്തൊന്നും പിടിച്ചിട്ടില്ലെങ്കിൽ ആന പാവം അല്ലേ? ഒരു ചങ്ങല മതി അതിനെ തളക്കാൻ. പോത്ത് നമ്മളെക്കാരും നല്ല തടിയൻ പോത്തിനെ തളക്കാൻ ഒരു ചെറിയൊരു കയറ് മതി. പാവമാണ്. അത് സസ്യബുക്കാണ്. മാംസബുക്കായ സിംഹം, പുലി വീര്യം കൂടുതലാണ്, ശൗര്യം കൂടുതലാണ് അല്ലേ? അമ്പാരിക്കത്തിരി ഞാനെന്ന ഭാവം കൂടുതലാണ്, ആണോ അല്ലേ? എന്നാൽ ഇത് രണ്ടും എവിടെയുണ്ട്? മനുഷ്യനിലുണ്ട്, ആണോ അല്ലേ? ഈ മാംസം കടിച്ചു വലിക്കാൻ പറ്റിയ പല്ല് ആർക്ക് തന്നിട്ടുണ്ട്? അല്ലാഹ് തന്നിട്ടുണ്ട്. ഈ മാംസത്തെ ദഹിപ്പിക്കാൻ പറ്റിയ ഡൈജസ്റ്റീവ് സിസ്റ്റം ആർക്ക് തന്നിട്ടുണ്ട്? മനുഷ്യർക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇറച്ചി കഴിക്കണം, മാംസം കഴിക്കണം. അത് നിർബന്ധം തന്നെയാണ്. ഇടയ്ക്ക് കുറച്ചെങ്കിലൊക്കെ മാംസം കഴിക്കണം. വീര്യം വേണം, ധീരത വേണം. പക്ഷെ ഇറച്ചി മാത്രമായി പോയാലോ രണ്ടു കാലിൽ നടക്കുന്ന ചെന്നായയായി മാറും. രണ്ടു കാലിൽ നടക്കുന്ന മഹാനായ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ്. ബോറടിക്കണ്ടോ? അലി, നമുക്ക് ഇച്ചിരെങ്കിലും ഒരു മാറ്റം ഇന്നത്തെ ക്ലാസ് കൊണ്ട് അല്ലേ? നെഫ്സിനെ ഒന്ന് പിടിച്ചു കെട്ടാൻ നമ്മൾ തുടങ്ങാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ തറക്കൽ ലഹ്മ 40 യൗമൻ സാഅ ഖുലുഖു. ഒരാള് 40 ദിവസം തുടർച്ചയായിട്ട് ഇറച്ചി കഴിക്കാതിരുന്നാൽ, 40 ദിവസം തുടർച്ചയായിട്ട് അവന്റെ പ്രകൃതിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രകൃതിയിൽ ഡാമേജ് വരും. അവന്റെ വീര്യം കുറയും അല്ലേ? നിങ്ങൾ കൊണ്ടുവരിക, നാം അങ്ങോട്ട് പോവാ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? വീര്യമൊന്നും ഉണ്ടാവൂല. വെറും അതായത് തീരെ 40 ദിവസം തുടർച്ചയായിട്ട് മാംസാഹാരം ഒന്നും തന്നെ കഴിക്കുന്നില്ലെങ്കിൽ അവന്റെ എനർജി നഷ്ടപ്പെട്ടു പോകും, പ്രകൃതിയാ പ്രശ്നം ഉണ്ടാകുമെന്ന് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. ഞാൻ യേശുദാസിന്റെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് യേശുദാസ് ഒരു ഇന്റർവ്യൂവിൽ സംസാരിച്ച ഒരു വിഷയം ഒരു ലേഖനമായ ഒരു പത്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? ചപ്പാത്തിയും കോഴിയാണ്. അത് മടുത്താലോ? കോഴിയും ചപ്പാത്തിയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ ചിക്കനും ചപ്പാത്തി ഇല്ലാണ്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കലും ഞാനിങ്ങനെ ഇറച്ചിക്കടയിൽ പോയപ്പോ കോഴീനെ ഇങ്ങനെ അറുക്കുന്നത് കണ്ടിട്ട് എൻ്റെ മനസ്സിൽ വല്ലാത്ത സങ്കടം തോന്നി. ഞാനന്ന് പ്രതിജ്ഞ ചെയ്തു, ഇനി ഒരിക്കലും കോഴി തൊടൂല. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കുടുംബജീവിതത്തിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉത്ഭവിക്കുന്നതായി എനിക്ക് തോന്നാൻ തുടങ്ങി. എൻ്റെ വൈകാരികമായ ചില പ്രശ്നങ്ങളിൽ പോലും എനിക്ക് പ്രയാസം നേരിടുന്നത് ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും എന്ത് കഴിക്കാൻ തുടങ്ങി? ഇറച്ചി കഴിക്കാൻ തുടങ്ങി. സയ്യിദുന അലി റളിയല്ലാഹു അൻഹു പറയാം, 40 ദിവസം തുടർച്ചയായിട്ട് അല്പം പോലും മാംസാഹാരം നിങ്ങൾ കഴിക്കുന്നില്ലേ, നിങ്ങളുടെ പ്രകൃതിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇനി വീണ്ടും പറയുന്നുണ്ട്, വമൻ ദാവമ അലൈഹി 40 യൗമൻ. ഒരാൾ 40 ദിവസം തുടർച്ചയായിട്ട് ഇറച്ചി കഴിച്ചാലോ ഖസാ ഖൽബു, വേട്ടമൃഗത്തെ പോലെ ഹൃദയം കടുത്തതായി പോകും. സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു. 40 ദിവസം ഇല്ലേ, 30 ദിവസം ഡെയിലി ഇറച്ചി, പെരുന്നാളിന് മേടിച്ചിട്ട് പിന്നെയും 10 ദിവസം ഇറച്ചി. അവന്റെ ഹൃദയം, ആ കടുത്ത ഹൃദയത്തിലേക്ക് കാരുണ്യമേൽക്കില്ല. ആ കടുത്ത ഹൃദയത്തിലേക്ക് അള്ളാനെ കാണാൻ പറ്റൂല. നിസ്കാരത്തിന്റെ ആനന്ദം അവന് ലഭിക്കില്ല. ഇതൊക്കെ കിട്ടണമെങ്കിൽ ഈ ഹൃദയത്തെ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. ഇപ്പൊ ഭക്ഷണത്തിൽ എന്ത് കൊണ്ടുവരണം? നമ്മള് അവർക്ക് പറഞ്ഞ എന്ത് കൊണ്ടുവരണം? ഫുഡിനനുസരിച്ച് സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ നമ്മുടെ ഈ പരിധി വിട്ട ഭക്ഷണ ശൈലി നമ്മളെ കാമഭ്രാന്തനാക്കും. ഇതൊക്കെ ഒരു കൃത്യമായ സ്റ്റഡീസിന്റെ അടിസ്ഥാനത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ആധുനികരായ പലരും പറയുന്ന കാര്യമാണ്. പരിസരം മറക്കും, സദാചാര ബോധം മറക്കും. അങ്ങനെയാണ് ഈ പീഡന കേസുകളൊക്കെ ഉണ്ടാകുന്നത്. അമിതമായി വയറ് നിറയ്ക്കുക, വയറ് നിറയ്ക്കുന്നൊരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹ് ഒരു കവി പാടിയില്ലേ, ഫലൗ ദല്ലലൽ അബ്ദു നഫ്സഹു ബിൽ ജൂഅ്. ഒരടിമ അവന്റെ നെഫ്സ് അമ്മാറയെ കടിഞ്ഞാണിട്ടാൽ, നെഫ്സ് അമ്മാറ എന്ത് ചെയ്യണം? കടിഞ്ഞാനിടണം. ഇപ്പൊ നമ്മൾ കുതിരക്ക് കടിഞ്ഞാനിടാറുണ്ട് അല്ലേ? എങ്ങനെ കടിഞ്ഞാനിടും? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അൽ ജൂഅ്, വിശപ്പ് കൊണ്ട് കടിഞ്ഞാണിട്ടാൽ. വളയ്യഖ ബിഹി മജാരിയ ശൈത്വാൻ, നമ്മുടെ ശരീരത്തിലെ എല്ലാ ഇടങ്ങളിലൂടെയും ആര് സഞ്ചരിക്കും? പിശാച് സഞ്ചരിക്കും. പക്ഷെ വിശപ്പ് സഹിക്കുന്നവനാണെങ്കിൽ ആ സഞ്ചാര പാതയ്ക്ക് ബ്ലോക്ക് വെക്കപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ അള്ളാഹുവിന് വേണ്ടി വയറ് നിറക്കാതെ
അല്പമെങ്കിലും വിശപ്പ് സഹിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ നഫ്സിനെ കൺട്രോൾ ചെയ്യപ്പെടും, നഫ്സ് അനുസരണയുള്ളതായി മാറും. സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ് പറഞ്ഞത് കേൾക്കും. ഇപ്പൊ കാട്ടാനയാണ് നമ്മൾ തിരിയാനെ മറിയാനെ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് അനുസരിപ്പിക്കേണ്ടത്. ഏതാനാ? കാട്ടാനയാണ്. എന്താ കാരണം? ട്രെയിനിങ് ആണ് അല്ലേ? കണ്ട ചാടിക്കടിക്കുന്ന നായയാണ് നന്ദിയുള്ള നമ്മുടെ കാൽച്ചോട്ടിൽ വന്ന് വാലാട്ടുന്ന മൃഗമായിട്ട് നമ്മൾ മാറ്റണത്. എന്തേ കാരണം? ട്രെയിനിങ് ആണ്. ഇതുപോലെ നഫ്സിന് ട്രെയിനിങ് കൊടുക്കണം ബേസിക് ആയിട്ട്. വിശക്കുമ്പോ മാത്രം, അവർക്ക് പറഞ്ഞേ, വിശക്കുമ്പോ മാത്രം. ഇതാരാ വിശപ്പ് അനുഭവിക്കണത്? 3 നേരം അല്ലെങ്കിൽ 4 നേരം നമ്മൾ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കും. വിശക്കാൻ നമ്മൾ നിൽക്കോ? നമുക്കൊരു സമയമുണ്ട്, ആ സമയത്ത് ഫുഡ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം അല്ലേ? അത് കെട്ടിയോളാണെങ്കിലും മരുമക്കളാണെങ്കിലും ഒക്കെ മുമ്പിൽ കൊണ്ടുവന്ന ആ സമയത്ത് വെച്ചോളണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം അവൾ അറിയും. വിശപ്പ് അറിയണം എന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, ജാഹിദൂ അൻഫുസകും ബിൽ ജൂഅ്, നിങ്ങളുടെ നഫ്സിനോട് നിങ്ങൾ ജിഹാദ് ചെയ്യണേ. വിശപ്പ് കൊണ്ട് കുറച്ചെങ്കിലും വിശപ്പ് സഹിച്ചിട്ട് ജിഹാദ് ചെയ്യണം. ഫഇന്നൽ അജ്റ ഫീ ദാലിക കഅജ്രിൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്. അപ്പൊ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന പോരാളികൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്. വെറുതെ പട്ടിണി കിടക്കാനല്ല. ആ അല്പം വിശപ്പ് സഹിക്കുന്നതിലൂടെ നിങ്ങളുടെ നഫ്സിന്റെ മോശം വൈകാരികതകളെ നിങ്ങൾ കടിഞ്ഞാണിട്ടാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന പോരാളിയുടെ പ്രതിഫലമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. മറ്റൊരു ഹദീസ് കാണാം, സയ്യിദുൽ അഅമാൽ അൽ ജൂഅ്. എല്ലാത്തിനും രാജാവുണ്ട്. മനുഷ്യന് നേതാവുണ്ട് അല്ലേ? മൃഗങ്ങൾക്ക് രാജാവുണ്ട്. കർമ്മങ്ങളുടെ രാജാവ് വിശപ്പാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ കാരണം? വിശപ്പിനെ എന്തെങ്കിലും പറ്റൂ. ലോകത്ത് വിപ്ലവങ്ങൾ ഉണ്ടാക്കിയത് മുഴുവൻ പട്ടിണിപ്പാവങ്ങളാണ്. ബദർ യുദ്ധം എന്ന വിപ്ലവം ഉണ്ടാക്കിയത് പട്ടിണി കിടന്ന സ്വഹാബത്താണ് അല്ലേ? ഖന്തക്ക് യുദ്ധവേളയിൽ പട്ടിണി കിടന്ന് ഒട്ടിയ വയറിൽ കല്ല് കെട്ടി വെച്ചിട്ടാണ് യുദ്ധം ചെയ്ത് വിജയം നേടിയതാര്? സ്വഹാബ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിന്നാലെ പോയാലോ പട്ടിണിപ്പാവങ്ങളാണ് ആ വിപ്ലവത്തിൽ വിജയം നേടിയത്. ഇറാൻ വിപ്ലവത്തിന്റെ പിന്നിൽ പട്ടിണിപ്പാവങ്ങളായിരുന്നു എന്നാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന് വിശപ്പ് എന്ന് പറയുന്ന ഒരു ലേഖനമുണ്ട്. അതിൽ പറയുന്നത് മുഴുവൻ ഇങ്ങനെയാണ്: ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, സാഹിത്യ മേഖലയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെ മാറ്റിത്തീർത്തത് എൻ്റെ വിശപ്പാണ്, എൻ്റെ വിശപ്പാണ്. ഇനി എന്തിനാ ബഷീറൊക്കെ ലോകത്തെ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പുരുഷനാരാണ്? സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ പറയുന്നുണ്ട്, എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെയും അവിടുത്തെ മിമ്പറിന്റെയും ഇടയിൽ ഞാനിങ്ങനെ ബോധം കെട്ട് കിടക്കുമായിരുന്നു. ബോധം കെട്ട് വീഴും. അപ്പൊ ചില ആളുകൾ വന്നിട്ട് ഇവനെ ഏതാന്ന് കരുതിയിട്ട് കാലുകൊണ്ട് എന്റെ പിരടിയിൽ ഇങ്ങനെ തട്ടി നോക്കും. ഏത് ഭ്രാന്തനാണിത്? ഭ്രാന്ത് പിടിച്ചിട്ട് പള്ളിയുടെ നടുക്ക് വന്നിട്ട് ഇങ്ങനെ മലർന്ന് കിടക്കുകയാണേ. എന്നെ കാലുകൊണ്ട് ഇങ്ങനെ തട്ടി നോക്കും. വല്ലാഹി എനിക്ക് ഭ്രാന്തായിരുന്നില്ല, പട്ടിണി കൊണ്ട് കഴിക്കാനൊന്നുമില്ലാതെ വീണുപോയതാണ് ഞാൻ. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നമ്മുടെ അവസ്ഥ നഹാറൂക ബത്താനു വലൈലുക നായിമു വഐശുക യാ മിസ്കീൻ ഐശുൽ ബഹായിം എന്ന് പറഞ്ഞത്. നഹാറൂക ബത്താനു, രാവിലെ നമ്മുടെ വയറ് നിറഞ്ഞിരിക്കും അല്ലേ? നമ്മുടെ സ്വഭാവമാണ് ഈ പറയുന്നത്. പകൽ മുഴുവൻ വയറ് നിറഞ്ഞിരിക്കും. വലൈലുക നായിമു, രാത്രി മുഴുവൻ നമ്മൾ കിടന്ന് ഉറങ്ങും. മിസ്കീൻ ഐശുൽ ബഹായിം, എടാ പാവപ്പെട്ട മനുഷ്യ, നിന്റെ ജീവിതം പോത്തിന്റെ ജീവിതവും നിന്റെ ജീവിതവും ഒരുപോലെയാണ്. പോത്തിന്റെ സ്വഭാവം എന്താ? രാവിലെ മുഴുവൻ കൊത്തിപ്പിറക്കി നടക്കും, രാത്രിയാവുമ്പോൾ ഉറങ്ങും. തന്നെ ഇതല്ലാതെ നിന്റെ ജീവിതം ഈ മൃഗങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിക്കാൻ. അപ്പൊ കുറച്ചൊക്കെ വിശന്നോട്ടെ, കുറച്ചൊക്കെ വിശക്കട്ടെ. വിശക്കുമ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി? എന്നുറക്കെ പറഞ്ഞ് എന്ത് ചെയ്താൽ മതി? അൽ ഇൻസാനുൽ കാമിൽ, ലോകത്ത് പരിപൂർണരായ മനുഷ്യൻ ഒരാളേ ഉള്ളൂ. അതാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. മറ്റമ്പിയാക്കൾ പോലും ഈ മുത്തുനബിയുടെ കൊടിയുടെ പിന്നാലെ വന്ന് നിൽക്കണം. അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന ഒരേ ഒരു വ്യക്തിത്വം, അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മുത്തുനബിയെ കുറിച്ച്, അവിടുത്തെ കുടുംബത്തെ കുറിച്ച് സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കുന്ന ലനൻദുറു ഇലൽ ഹിലാലി സുമ്മൽ ഹിലാലി സുമ്മൽ ഹിലാൽ. തുടർച്ചയായിട്ട് 2 മാസം തുടർച്ചയായിട്ട്
ഞങ്ങളുടെ വീട്ടിൽ, അതായത് മുത്തുനബിയുടെയും കുടുംബത്തിന്റെയും വീട്ടിൽ എന്ത് ചെയ്തിട്ടില്ല? അടുപ്പ് പുകഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഉർവത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ ഖാല, എൻ്റെ കുഞ്ഞുമ്മ, ആയിഷ ബീവി കുഞ്ഞുമ്മയാണ്, കുഞ്ഞുമ്മ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ 2 മാസം നിങ്ങൾ എങ്ങനെയാ ഭക്ഷണം കഴിച്ചത്? ആയിഷ ബീവി പറയുന്നുണ്ട്, അൽ അസ്വദാൻ അത്തംറു വൽ മാ, വെള്ളവും ഈത്തപ്പഴവും, വെള്ളവും കാരക്കയും 2 മാസം തുടർച്ചയായിട്ട് ഞങ്ങൾ ഇതാണ് കഴിച്ചത് എന്ന് സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും പറയുന്നുണ്ട്. ആയിഷ ബീവി, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹ് ഒരു നേരം പോലും വയറ് നിറച്ച് കഴിച്ചിട്ടില്ല. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിൽ ശീലിപ്പിക്കുന്ന ഒരു സംഗതിയാണത്, അല്ലേ? കുട്ടിക്ക് നമ്മളിങ്ങനെ ഭക്ഷണം വാരി കൊടുക്കും, കുട്ടി മതി എന്ന് പറഞ്ഞാൽ എമ്പക്കം വന്നിട്ടില്ല, വയറ് നിറഞ്ഞിട്ടില്ല, വയറ് നിറച്ച് കഴിക്കണം. അല്ല, ഞാനൊരു ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ട് ഒരു കുട്ടീനോട്, എന്തിനാ നമ്മൾ ഭക്ഷണം കഴിക്കണത്? അപ്പൊ അവൻ ചാടി എണീറ്റ് പറഞ്ഞു, വയറ് നിറയാൻ. അവൻ ചെറുപ്പത്തിലേ കേട്ടു പഠിച്ചത് അതാണ്. വയറ് നിറയാനാണോ ഭക്ഷണം കഴിക്കണത്? എന്തിനാ പിന്നെ? വിശപ്പ് മാറാൻ. ആ സംഗതി തന്നെ നമുക്കറിയാൻ പാടില്ല. നമ്മൾ കഴിക്കൽ നിർത്തണമെങ്കിൽ ഇങ്ങനെ ആന ചിഹ്നം വിളിക്കുന്നത് പോലെ ഒരു സൗണ്ട് പുറത്തേക്ക് വരണം. ആ സൗണ്ട് വന്നാലേ നമ്മൾ കഴിക്കൽ നിർത്തുള്ളൂ. അതുപോലെ ഒരു കാര്യം കൂടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളൊരു അതിഥി സൽക്കാരത്തിന് ഒരാളെ വിളിച്ചാൽ നമ്മുടെ ആതിഥേയന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഭക്ഷണം ആദ്യത്തെ ഒരു തവണ വിളമ്പി കൊടുക്കുക. അയാൾ മതി എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം? നിർത്തണം. രണ്ടാമത് കുറെ ആൾക്കാരുണ്ട്, നമ്മളിങ്ങനെ നമ്മുടെ വിചാരം നമ്മളത് ഇട്ട് കൊടുക്കലാണ് നല്ലത് എന്നാണ്. നമ്മളിങ്ങനെ ഇട്ടു കഴിക്കുക, വേണ്ട വേണ്ട വേണ്ട, കഴിക്കുക, വേണ്ട വേണ്ട വേണ്ട, കഴിക്കില്ലേ, അവർ വേണ്ട കഴിക്കുസ്താതെ, അങ്ങ് നന്നാവട്ടെ ഉസ്താദെ, തിന്നുസ്താദെ. അത് സ്നേഹമല്ല, അത് ക്രൂരതയാണ്. അത് ചെയ്യാൻ പാടില്ല. ഒരു പരിധിക്കപ്പുറത്ത് ഹറാമ് വരെയാവും. ആ ഭക്ഷണം അവർക്ക് വേണമെങ്കിൽ അവരെന്ത് ചെയ്തോളും, ഇട്ട് കഴിക്കണോട്ടോ, ആവശ്യത്തിന് ഇട്ട് കഴിച്ചോ, ബസ് അത് നമുക്ക് പറയാം. നമ്മൾ ഒരിക്കലും നിർബന്ധിച്ചിട്ടിട്ടിട്ട് അങ്ങനെ കൊടുക്കാൻ പാടില്ല. അത് ഉസ്താദ്മാരാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ ഇട്ട് കൊടുക്കാൻ പാടില്ല. ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചാൽ മതി, വയറ് നിറയാൻ പാടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് പലപ്പോഴും റസൂലുള്ളാഹിന്റെ ഒട്ടിയ വയറ് കണ്ടിട്ട് ഞാൻ പൊട്ടിക്കരയുമായിരുന്നു. സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു. ഒരിക്കല് എന്റെ മടിയിൽ ആയിഷ ബീവി പറയാം, ചുരുക്കാണ്, ബോറടിക്കണ്ടോ, ചെറിയൊരു കാര്യം മാത്രം പഠിച്ചിട്ട് നമ്മൾ ലൈഫിലൊന്ന് അപ്ലൈ ചെയ്യണം, എന്നിട്ട് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. ആയിഷ ബീവി അവിടുത്തെ മടിയിൽ ഇങ്ങനെ കിടക്കാണ്. ആര്? മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭാര്യയുടെ മടിയിൽ തല വെച്ച് കിടക്കുന്നവരൊക്കെ ഉണ്ടോ കൂട്ടത്തില്? ഉണ്ടോ? ഇല്ലേ? അങ്ങനെ കിടന്നാൽ മാത്രം പോലെ, ഇടയ്ക്ക് അവളെയും പിടിച്ച് മടി കിടത്തണം. ഹദീസിൽ അങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഭയങ്കര രണ്ടും വേണം. ആ ഒരു സ്നേഹബന്ധം അള്ളാഹു മരിക്കുവോളം, നാളെ മരണത്തിന് ശേഷവും അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. ആയിഷയുടെ മടിയിൽ കിടക്കാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആയിഷയെ നോക്കുമ്പോണ്ട് മുത്തുനബിയുടെ വയറിങ്ങനെ കുഴിഞ്ഞിരിക്കുന്നു. അവിടുന്ന് ഖമീസൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ വയറ് സ്വഹാബത്ത് കാണുന്നില്ല. പക്ഷെ ഖമീസൊക്കെ അഴിച്ച് ആയിഷയുടെ മടിയിൽ കിടക്കുമ്പോൾ വയറിങ്ങനെ കുഴിഞ്ഞിരിക്കുന്നുണ്ട്. എന്റെ കൈകൊണ്ട് മുത്തുനബിയുടെ വയറിൽ ഞാൻ ഇങ്ങനെ തടവിയിട്ട് ചോദിച്ചു, നഫ്സി നഫ്സി ലക്കൽ ഫിദാഉ യാ റസൂലല്ലാഹ്, എന്റെ ജീവിതം അങ്ങേക്ക് അർപ്പണം നബിയെ. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, വിഭവസമൃദ്ധമായ ആഹാരമൊന്നും അങ്ങ് അള്ളാഹിനോട് ചോദിക്കണ്ട, ഈ വയറിന്റെ വിശപ്പ് മാറാനെങ്കിലും പടച്ചവനോടൊന്ന് ചോദിച്ചൂടെ നബിയെ? അങ്ങയുടെ ഈ കുഴിഞ്ഞ വയറ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല, ഒന്ന് ചോദിച്ചൂടെ നബിയെ? സയ്യിദത്തുന ആയിഷ പൊട്ടിക്കരയാണ്. പിന്നെ വിധങ്ങൾ പറയുന്നുണ്ട്, യാ ആയിഷ ഇഖ്വാനി മിനൽ ഉലുൽ അസ്മി മിനർ റുസുൽ ഖദ് സബറു അലാ മാ ഹുവ അശദ്ദു മിൻ ഹാദാ, എൻ്റെ സഹോദരങ്ങളായ ഉലുൽ അസ്മുകളിൽപ്പെട്ട അമ്പിയാക്കൾ ഇതിനേക്കാൾ വലിയ കാഠിന്യമൊക്കെ സഹിച്ചവരാണ് കേട്ടോ ആയിഷ. ഫസ്സബ്റു അയ്യാമൻ യസീറ, വളരെ കുറച്ച് നാള് ഇങ്ങനെ ക്ഷമിക്കുന്നതാണ് അഹബ്ബു ഇലയ്യ, എനിക്കിഷ്ടം. ഇങ്ങനെ പട്ടിണി കിടക്കുന്നതിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇഷ്ടപ്പെടാൻ. എൻ്റെ റബ്ബ് എനിക്ക് പട്ടിണി തന്നു, എൻ്റെ റബ്ബ് എനിക്ക് ഭക്ഷണം തന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? റബ്ബിന്റെ വിധിയിൽ ഇഷ്ടപ്പെടുകയാണ്. ഞാൻ കഷ്ടപ്പെടുകയല്ല, അതില് ഇഷ്ടപ്പെടുകയാണ്. ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്ത് പറഞ്ഞു മുത്തുനബി? അൽഹംദുലില്ലാഹ്, അള്ളാ എന്ത് തന്നാലും ഞാൻ തൃപ്തനാണ്. എനിക്ക് പട്ടിണി തന്നാലും, എനിക്ക് മക്കളെ തന്നാലും, മക്കളെ തിരിച്ചു വിളിച്ചാലും ഒക്കെ ഞാൻ എന്താണ്? തൃപ്തനാണ്. അൽഹംദുലില്ലാഹ് പറഞ്ഞു ഞാൻ. ആയിഷ ബീവി പറയാണ്, അടുത്ത ജുമാക്ക് മുമ്പ് അള്ളാഹുവിങ്കലേക്ക് യാത്രയായി എൻ്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ വിശക്കുക എന്ന് പറയുന്നത് മോശം സംഗതിയല്ല. ഹബീബായ തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു തരുകയാണ് നമുക്ക്, നമ്മുടെ നെഫ്സിനെ ചങ്ങലക്കിടാനായിട്ട് ബേസിക് ആയിട്ടൊരു കാര്യം ചെയ്യുക. എന്താ? വിശക്കുമ്പോ മാത്രം ആഹാരം കഴിക്കുക. 4 നേരം ആ കൃത്യ
സമയം എന്നുള്ളത് ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഗ്യാസ് ഇളകും, അങ്ങനെയുള്ളവരൊക്കെ കഴിച്ചോട്ടോ. ഇതങ്ങനെയല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമുക്ക് വിശക്കുമ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി, ഭക്ഷണം കഴിച്ചാൽ. അതും വയറ് നിറയെ കഴിക്കാവോ? അപ്പോ നമ്മുടെ നെഫ്സിനെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പോലെ നെഫ്സ് പതിയൊന്ന് മെരുങ്ങി തുടങ്ങും. പതിയെ നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് ശ്രദ്ധ കിട്ടും, അല്ലേ? നമുക്ക് തറാവീഹ് നിസ്കരിച്ചില്ലേ നമ്മൾ റമദാനിൽ, ഇല്ലേ? തറാവീഹിന് ശ്രദ്ധ കിട്ടാത്തതിന്റെ ഏറ്റവും വലിയ കാരണം എന്തായിരുന്നു? 2 സമൂസ, 10 പത്തിരി, ചിക്കൻ, ഇതല്ലേ സാധനമൊക്കെ തിന്നിട്ടാണ് നമ്മൾ എവിടെ നിൽക്കണത്. മൊയിലാരാണെങ്കിൽ അലന്തറ കൈഫക്കു പോലും നമുക്ക് ബക്കറയുടെ സ്പീഡ് തോന്നും, അല്ല ബക്കറയുടെ ഒരു ദൂരം തോന്നും, അല്ലേ? ഓതന അലന്തറയാണ്, എന്നാലും നമുക്ക് ബക്കർ ഓതന പോലെ തോന്നും. കാരണം എന്താ? വയറ് നിറഞ്ഞിട്ട്. അപ്പൊ വയറ് നിറയ്ക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ഇന്ന് മുതൽ ഈ സംഗതി ഒന്ന് പ്രാക്ടിക്കലാക്കി നോക്കൂ. നമ്മളിത് വെറുതെ പഠിച്ചുകൊണ്ട് പോലെ ഇത് ലൈഫിൽ അപ്ലൈ ചെയ്യാനാണ്. ബാക്കി അതിന്റെ ഗൗരവമുള്ള വിഷയങ്ങളൊക്കെ അടുത്ത ആഴ്ച നമുക്ക് പറയാം. അപ്പൊ ഇന്ന് ഈ സംഗതി വീട്ടിൽ പോയിട്ടൊന്ന് ഇന്ന് രാത്രി മുതൽ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക, ഒരു മിതത്വം. വയറ് നിറയരുത്, വിശപ്പ് എന്ത് ചെയ്താൽ മതി, മാറിയാൽ മതി. നേരം വെളുക്കുമ്പോൾ വിശപ്പ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, അതും വയറ് നിറയാൻ പാടുണ്ടോ? ഇല്ല. പിന്നെ അടുത്ത വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കോളൂ. അങ്ങനെ ഞാൻ ചെയ്യുന്ന ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈവോക്കിയേ. മാഷാ അല്ലാഹ്, അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇല്ലേ, നമ്മളിങ്ങനെ ഫുഡൊക്കെ ഒന്ന് കഴിച്ചിരിക്കുമ്പോഴാണ് റീലെടുത്ത് ഇങ്ങനെ നോക്കണത്. ഞാൻ മൃണാൾ അള്ളാഹ് നമ്മുടെ എല്ലാ പീസും പോയി. ഇനി നമുക്ക് വേഗം പോയി 2 ബിരിയാണി കഴിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല, അല്ലേ? ഈ ഫുഡ് ബ്ലോഗ് കണ്ടു കഴിഞ്ഞാൽ എല്ലാ പിടുത്തം വിടും. അപ്പോൾ അതൊരു കൺട്രോൾ, നെഫ്സിനെ കൺട്രോൾ ചെയ്യുക. അതിന് ഫുഡ് വയറിന്റെ കൊതിയെ കൺട്രോൾ ചെയ്യണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ ഇത് നമുക്ക് ചെയ്യാനുള്ള ഒരു എക്സസൈസ് ആണ്. അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് ബാക്കി പറയാം, പോരെ? ചെയ്യൂലെല്ലാവരും? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാ. അപ്പൊ എല്ലാവരും കേട്ടില്ലേ? അപ്പൊ ഏതാണ് ആ ഇറച്ചി എന്ന് മനസ്സിലായല്ലോ. അപ്പൊ അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെ ആസ്വദിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇതുപോലെ ഈ എന്ത് ചെയ്യുക, വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക കേട്ടോ. അതുപോലെ തന്നെ വയറ് നിറയ്ക്കുകയും ചെയ്യരുത്, വയറ് നിറയുന്നത് വരെ കഴിക്കണ്ട, വിശപ്പ് മാറുന്നത് വരെ കഴിച്ചാൽ മതി. അങ്ങനെ ഒരു ശീലം കൊണ്ടുവരിക. പതിയെ നെഫ്സിനെ നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റും. ബാക്കി അത്ഭുതം നിറഞ്ഞ കാര്യങ്ങളൊക്കെ അടുത്ത ആഴ്ച ഇതിൻ്റെ ബാക്കി നമുക്ക് പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യണം. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരാൾ പോലും ഷെയർ ചെയ്യാതിരിക്കരുത്. കാരണം ഈ ഇൽമൊന്നും നമുക്ക് മറ്റിടങ്ങളിൽ പോയി തേടിയാൽ കിട്ടൂല. ഇത് അള്ളാഹുവിൻ്റെ മഹാരഥന്മാരിൽ നിന്ന് നമ്മിലേക്ക് കിട്ടുന്നത് നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു അത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ തുടങ്ങിയത് ഏത് മാസത്തിലാണെന്നാണ്. ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഹിജ്റ തുടങ്ങിയത് സഫർ മാസത്തിലാണ്. ഏത് മാസത്തിലാണ്? സഫർ മാസത്തിലാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദദ് ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്ര ആൺമക്കളുണ്ട്? കാരണം ചില ആളുകൾക്ക് ഇങ്ങനെ സംശയമുണ്ട്, മുത്തുനബിക്ക് എത്ര ആൺമക്കളുണ്ട്, എത്ര പെൺമക്കളുണ്ട്. അതുകൊണ്ട് തന്നെ സിമ്പിൾ ചോദ്യമാണെന്ന്, മുത്തുനബിക്ക് എത്ര ആൺമക്കളുണ്ട്, എത്ര പെൺമക്കളുണ്ട്? അതൊന്ന് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഹൈറായ അർഹരായ ആളുകളിലേക്ക് അള്ളാഹു സമ്മാനം എത്തിച്ചു കൊടുക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ വിഷമത്തിലാണ്, ഒരുപാട് ആളുകൾ സന്തോഷത്തിലാണ്. സന്തോഷമാണെങ്കിലും വിഷമാണെങ്കിലും നമ്മുടെ കൽബിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. എല്ലാ സമയത്തും ഒരുപോലെ ആകണം. കാരണം ഇതൊക്കെ എനിക്ക് തരുന്നത് ആരാണ്? എൻ്റെ റബ്ബാണ്. ആ ബോധ്യത്തിൽ എല്ലാവരും ഒരിക്കൽ കൂടെ ഒരു അൽഹംദുലില്ലാ പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഇന്ന് വലിയ ദുആയൊന്നുമില്ല, കാരണം ഇത്രയും വലിയ മജ്ലിസിൽ നിങ്ങൾ പങ്കെടുത്തതല്ലേ. അള്ളാഹു എല്ലാവരുടെയും മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാക്കട്ടെ. വിശാലായിട്ട് ഇന്ന് രാത്രി 7:30 നമ്മുടെ മജ്ലിസ് നടക്കുന്നുണ്ട്. തിങ്കളാഴ്ച രാവാണ്. അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കുക. നമുക്ക് ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യാം. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.